ഹലോ, നമ്മൾ പുതിയൊരു ലെസൺ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാഫിംഗ്. നമ്മളെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസിലെ മൂന്നാമത്തെ ഫങ്ഷനാണ്. ഏതാണ്? പ്ലാനിങ് കഴിഞ്ഞു, ഓർഗനൈസിങ് കഴിഞ്ഞു. ഇനി അടുത്തൊരു ഫങ്ഷനാണ് മാനേജ്മെൻറ്റിലെ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സ്റ്റാഫിംഗ് എന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെസണാണ്. നമ്മുടെ പ്ലാനിങ് ഓർഗനൈസ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെസണാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. മിനിമം ഒരു 8 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഒരു എസ്സേ വരെ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ലെസണാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ലെസണാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്? നമുക്കതിൻ്റെ മീനിങ് നോക്കാം. സ്റ്റാഫിംഗ് ഈസ് കൺസേൺ വിത്ത് ദ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ട്രെയിനിങ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് സ്റ്റാഫിംഗ് ഉൾപ്പെടുന്നത്? വിത്ത് ദ റിക്രൂട്ട്മെൻറ്റ്. എന്താണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്? ആൾക്കാരെ, അംഗങ്ങളെ ചേർക്കുക, റിക്രൂട്ട്മെൻറ്റ് ചെയ്യുക, സെലക്ഷൻ ചെയ്യുക. സെലക്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? തിരഞ്ഞെടുക്കുക. പ്ലേസ്മെൻറ്റ് നടത്തുക, ട്രെയിനിങ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ഒരു കമ്പനിയിലെ, ഒരു ഓർഗനൈസേഷനിലെ എല്ലാ മെമ്പേഴ്സിനെയും, ഓൾ ദ മെമ്പേഴ്സിനെയും എന്തൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്? റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നു, സെലക്ഷൻ ചെയ്യുന്നു, അവരെ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നു, നിയോഗിക്കുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ മെമ്പേഴ്സിൻ്റെ ഇതൊക്കെ അടങ്ങിയതാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും പ്ലേസ്മെൻറ്റും ട്രെയിനിങ്ങും ഗ്രോത്തും ഡെവലപ്മെൻറ്റും, ഇതിനൊക്കെയാണ് നമ്മൾ പൊതുവെ എന്തെന്ന് പറയുന്നത്? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, placing the right person on the right job at the right time is called staffing. സിംപ്ലി നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ളൊരു വൺ വേർഡാണിത്. എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ? പ്ലേസിങ് ദ റൈറ്റ് പേഴ്സൺ. റൈറ്റ് പേഴ്സണെ എങ്ങനെയാണ്? റൈറ്റ് ജോബിൽ അത് റൈറ്റ് ടൈമിൽ നിയോഗിക്കുന്നതിനെ അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്താണ്? പ്ലേസിങ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം ഈസ് കോൾഡ് സ്റ്റാഫിംഗ്. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 ഡെഫിനിഷൻ പറയുന്നുണ്ട്. കൂൺസ് ആൻഡ് ഒഡോണലിൻ്റെയും അതേപോലെ തിയോ ഹൈമൻ്റെയും 2 ഡെഫിനിഷനാണ് സ്റ്റാഫിങ്ങിനുള്ളത്. ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, 2 ഡെഫിനിഷൻ ടീച്ചർ പറയാം. ഫസ്റ്റ് ഡെഫിനിഷൻ പറയുന്നത്, ദ മാനേജറിയൽ ഫങ്ഷൻ ഓഫ് സ്റ്റാഫിംഗ് ഇൻവോൾവ്സ് manning the organizational structure through proper and effective selection, appraisal and development of personnel to fill the roles designed into the structure. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു മാനേജറിയൽ ഫങ്ഷനാണ്. മാനേജറിയൽ ഫങ്ഷനായിട്ടുള്ള സ്റ്റാഫിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, സ്റ്റാഫിംഗ് ഇൻവോൾവ്സ്, എന്തൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? മാനിങ് ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. മാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനിങ്, നിയമിക്കുകയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ. എന്തിലൂടെയാണ് നിയമിക്കുന്നത്? മാനിങ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ത്രൂ, എന്തിലൂടെയാണ്? പ്രോപ്പർ ആൻഡ് ഇഫക്റ്റീവ് സെലക്ഷൻ. എന്തിലൂടെയാണ് നിയമിക്കുന്നത്? പ്രോപ്പറായിട്ട് നല്ല എഫക്റ്റീവ് സെലക്ഷനിലൂടെ, നല്ല രീതിയിലുള്ള തിരഞ്ഞെടുപ്പിലൂടെ. ഓക്കെ, എന്താണ് തിരഞ്ഞെടുത്തിട്ട് എന്താണ് ചെയ്യുന്നത്? അപ്രൈസൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ. അവരെ നന്നായിട്ട് എന്ത് ചെയ്യാണ്? വിലയിരുത്തുകയാണ്, അവർക്ക് വേണ്ട ഡെവലപ്മെൻറ്റ് കൊടുക്കുകയാണ്. ഓഫ് ദ പേഴ്സണൽ. എന്താണ് പേഴ്സണൽ? മീൻസ് ഈ പറയുന്ന ഓരോ പേഴ്സണിനും അല്ലെങ്കിൽ ഓരോ ഹ്യൂമൻസിനും അല്ലെങ്കിൽ എംപ്ലോയീസിനും പേഴ്സണലും. എന്തിനാണ് ഇവരിങ്ങനെ ഈ രീതിയിലൊക്കെ പ്രോപ്പറായിട്ട് ഇവരെ എഫക്റ്റീവായിട്ട് സെലക്ട് ചെയ്തു, അപ്രൈസൽ കൊടുത്തു, അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ചെയ്തു പേഴ്സണലെ? എന്തിനാണ് ചെയ്യുന്നത്? ടു ഫിൽ ദ റോൾസ്. അവരുടെ ജോലിയിൽ അവരെ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നിയമിക്കാൻ. ഡിസൈൻ ഇൻ ടു ദ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഡിസൈൻ ഇൻ ടു ദ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓർഗനൈസേഷനിൽ, ആ ഓർഗനൈസേഷൻ ഘടനയിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ നമ്മൾ അവരെ ഫില്ല് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്? ത്രൂ. എങ്ങനെയൊക്കെയാണ്? ത്രൂ പ്രോപ്പർ ആൻഡ് എഫക്റ്റീവ് സെലക്ഷൻ, അപ്രൈസൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ. ഓക്കെ, ഇതാണ് നമ്മുടെ കൂൺസ് ആൻഡ് ഒഡോണൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് പറയുന്ന ഒരു ഡെഫിനിഷൻ തിയോ ഹൈമൻ്റെ ഒരു ഡെഫിനിഷനാണ്. സ്റ്റാഫിംഗ് ഈസ് കൺസേൺഡ് വിത്ത്. സ്റ്റാഫിങ്ങിൽ പറയുന്ന എന്താണ്? എന്തൊക്കെയാണ് കൺസേൺ വിത്ത്? പ്ലേസ്മെൻ്റ് ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ ദോസ് മെമ്പേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ഹൂസ് ഫങ്ഷൻ ഈസ് ടു. എന്താണ് അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത്? ഈസ് ഗെറ്റ് ദ തിങ്സ് ഡൺ ത്രൂ ദ എഫേർട്സ് ഓഫ് അതർ ഇൻഡിവിജ്വൽസ്. ഓക്കെ, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ മെമ്പർമാരുടെയും, ഇസ് കൺസേൺഡ് വിത്ത് ദ
പ്ലേസ്മെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നിയോഗിക്കുക, പ്ലേസ്മെൻറ്റ്, ഗ്രോത്ത് വളർച്ച, ആൻഡ് ഡെവലപ്മെൻറ്റ് അവരുടെ വികസനം ഓഫ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിൻ്റെ എല്ലാവരെയും നിയമിക്കുക, അവരുടെ വളർച്ച, അവരുടെ വികസനം ഒക്കെയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഓർഗനൈസേഷൻ ഹൂസ് ഫംഗ്ഷൻ ഈസ് ടു, അവരുടെ ഫംഗ്ഷൻ എന്താണ്? പ്രവർത്തനം ഈസ് ടു ഗെറ്റ് ദ തിങ്സ് ഡൺ ത്രൂ ദ എഫേർട്സ് ഓഫ് അതർ ഇൻഡിവിജ്വൽസ്, അതായത് മറ്റുള്ളവരിൽ കൂടെ എന്താണ് പ്രവർത്തനങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്ന എംപ്ലോയീസിലൂടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ നമ്മൾ നിയോഗിക്കുകയും പ്ലേസ്മെൻറ്റ് കൊടുക്കുകയും അവരുടെ വളർച്ചയും അവരുടെ ഡെവലപ്മെൻറ്റൊക്കെ ചെയ്യുന്നതിനെയാണ്, ആ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്. മനസ്സിലായി? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവരെ നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നു, നല്ല രീതിയിൽ ഗ്രോത്ത് കൊടുക്കുന്നു, ഡെവലപ്മെൻറ്റ് കൊടുക്കുന്നു. മനസ്സിലായി? ഇതിനെയാണ് നമ്മൾ തിയോ ഹൈമൻ പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ഡെഫിനിഷനുണ്ട്, രണ്ടിലും സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ നിങ്ങൾ നോക്കി പഠിക്കുക. ഓക്കെ, സിംപ്ലി നമുക്ക് എന്താ പറയുക, ജസ്റ്റ് ഒരു 1 വേർഡ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കാറുള്ളത് പ്ലേസിങ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം ഈസ് കോൾഡ് സ്റ്റാഫിംഗ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ്. എന്താണ് സ്റ്റാഫിങ്ങിൻ്റെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ആവശ്യകത? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ നമ്മൾ നടത്തുന്നത്? എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ആ ടോപ്പിക്ക് ആദ്യം മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, എന്തിനാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ നടത്തുന്നത്? ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? കോമ്പീറ്റൻറ്റ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാപ്തിയുള്ള ജീവനക്കാരൻ, നല്ല കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ജീവനക്കാരൻ നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ആണ് അതിൻ്റെ ഒരു നീഡ് ആൻഡ് ഇമ്പോർട്ടൻസിൽ ഫസ്റ്റ് വൺ ആണ് കോമ്പീറ്റൻറ്റ് പേഴ്സണൽ. സ്റ്റാഫിംഗ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ കോമ്പീറ്റൻറ്റ് പേഴ്സൺസ് ടു വേരിയസ് ജോബ്സ്, അതായത് ജോലികൾക്ക് പ്രാപ്തിയും യോഗ്യതയുള്ളവരെ കണ്ടെത്താനായിട്ട്, വേരിയസ് ജോബ്സിലേക്ക് കണ്ടെത്താനായിട്ട് ഏത് മുഖേന കഴിയുന്നു? സ്റ്റാഫിംഗ് ത്രൂ കഴിയുന്നു. ഓക്കെ, നല്ല കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ നമുക്ക് കിട്ടാനായിട്ട് ഏത് മൂലമാണ് കഴിയുന്നത്? സ്റ്റാഫിംഗ് കൊണ്ടാണ് സാധിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്താണ്? കോമ്പീറ്റൻറ്റ് പേഴ്സൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹയർ പെർഫോമൻസ് ആണ്. എന്താണ് ഹയർ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ? ഉയർന്ന പ്രകടനം. ഓക്കെ, ഹയർ പെർഫോമൻസ് ബൈ പ്ലേസിങ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ്. അതായത് ഹയർ പെർഫോമൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പ്ലേസിങ് ദ റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിൽ നമ്മൾ പ്ലേസ്മെൻറ്റ് നടത്തിയപ്പോഴാണ് അവിടെ എന്ത് നമുക്ക് കിട്ടുന്നത്? ഹയർ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഇമ്പോർട്ടൻസ് കഴിഞ്ഞു. ഇനി തേർഡ് ഇമ്പോർട്ടൻസ് എന്നാണ്? സർവൈവൽ ആൻഡ് ഗ്രോത്ത്. അതായത് നിലനിൽപ്പും സർവൈവലും ആൻഡ് ഗ്രോത്ത് വളർച്ചയും. സർവൈവൽ ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ബിസിനസ്. എങ്ങനെയാണ് സർവൈവലും ഗ്രോത്ത് ബിസിനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നത്? ബൈ പ്രൊവൈഡിങ് പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ടു ദ ഫ്യൂച്ചർ മാനേജേഴ്സ്. ഭാവിയിലെ മാനേജർമാർക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ് ഡെവലപ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ വളർച്ചയും നിലനിൽപ്പും എന്താണ്? സുരക്ഷിതമാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? എങ്ങനെയാണ് മാനേജർമാർക്ക് നല്ല രീതിയിൽ എന്ത് കൊടുക്കണം? ട്രെയിനിങ് ഡെവലപ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നാണ് പറയുന്നത്? കമ്പനിക്ക് നല്ല രീതിയിലുള്ള സർവൈവലും ഗ്രോത്തും ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഫോർത്ത് വൺ പറയുന്നത് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലേ? സ്റ്റാഫിംഗ് ആരാണ് അവിടെ? ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അത് നമുക്ക് നല്ല രീതിയിൽ അവരെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്? യൂട്ടിലൈസ് ചെയ്യാനായിട്ട്, ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. മനുഷ്യവിഭവത്തിൻ്റെ ശരിയായിട്ടുള്ള ഉപയോഗം നമ്മളവിടെ നടത്തുന്നുണ്ട്. ത്രൂ ഏതിലൂടെയാണ് നടത്തുന്നത്? സ്റ്റാഫിങ്ങിലൂടെ. ഇറ്റ് ഈസ് പോസിബിൾ ബൈ എൻഷുറിങ് ദ റൈറ്റ് നമ്പർ ഓഫ് പേഴ്സൺസ് ഓൺ ഈച്ച് പൊസിഷൻസ്. ഓരോ പൊസിഷൻസിലും നമ്മൾ റൈറ്റ് നമ്പർ ഓഫ് പേഴ്സൺസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു എക്സസ് ആയിട്ടുള്ള, അതായത് ഒരുപാട് ആൾക്കാരെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്താണ് ഷോർട്ടേജും വരുന്നില്ല. ആവശ്യമുള്ളവരെ മാത്രം നമ്മൾ ആവശ്യമുള്ള പൊസിഷനിലേക്ക് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ നല്ല രീതിയിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട്, ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, പറയുന്നത് എക്സസ് ഓർ ഷോർട്ടേജ് ഓഫ് സ്റ്റാഫ് ഈസ് ഹാംഫുൾ ടു ദ ഓർഗനൈസേഷൻ. കൂടുതലും എക്സസ് ആയാലും അതുപോലെ എന്തെങ്കിലും ഷോർട്ടേജ് വന്നാലും അത് കമ്പനിക്ക് ദോഷകരം തന്നെയാണ്, ഹാംഫുള്ളാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ്? ത്രൂ സ്റ്റാഫിംഗ് മുഖേന നമുക്ക് കൃത്യ രീതിയിൽ ഏത് പൊസിഷനിലാണ് ആളെ വേണ്ടത് അതിൽക്ക് നമ്മൾ ആളെ പ്ലേസ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഫിഫ്ത്ത് വൺ പറയുന്നത്, ലാസ്റ്റ് വൺ പറയുന്നത് ജോബ് സാറ്റിസ്ഫാക്ഷൻ.
ജോലിയിലുള്ളൊരു സംതൃപ്തി എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ജോബ് സാറ്റിസ്ഫാക്ഷൻസ് ആൻഡ് മൊറൈൽ ഓഫ് എംപ്ലോയീസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ത്രൂ പ്രോപ്പർ അസസ്മെൻറ്റ് ആൻഡ് റെമ്യൂണറേഷൻ ഓഫ് പോളിസീസ്. അതായത് അവരുടെ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ, ജോലിയിൽ സംതൃപ്തിയും അതേപോലെ തന്നെ അവരുടെ മനോവീര്യമൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, മൊറൈലൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്ങനെയാണത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്? ത്രൂ ദ പ്രോപ്പർ അസസ്മെൻറ്റ് ആൻഡ് റെമ്യൂണറേഷൻ പോളിസീസ്. നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നമ്മളവരെ അസസ്മെൻറ്റ് ചെയ്യണം, വിലയിരുത്തണം. അതേപോലെ നമ്മുടെ റെമ്യൂണറേഷനിൽ മാന്യമായിട്ടുള്ള, അതായത് നല്ല മാന്യമായിട്ടുള്ള പ്രതിഫലം നമുക്ക് അവർക്ക് കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് നേടിയെടുക്കാൻ കഴിയും? സ്റ്റാഫിങ്ങിന് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാനായിട്ട്, ജോലിയിൽ സംതൃപ്തി നേടിക്കൊടുക്കാനായിട്ട് കഴിയും. അതെങ്ങനെയാണ് കഴിയുന്നത്? ത്രൂ പ്രോപ്പർ അസസ്മെൻറ്റ് ആൻഡ് റെമ്യൂണറേഷൻ പോളിസിയിലൂടെ. മാന്യമായിട്ടുള്ള പ്രതിഫലം, അതുപോലെ നല്ല രീതിയിൽ അവരെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അവരെ അസസ്മെൻറ്റ് ചെയ്യണം, വിലയിരുത്തുകയാണ്. അതിലൂടെ നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇമ്പോർട്ടൻസ്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ കോമ്പിറ്റൻറ്റ് പേഴ്സൺ, ഹയർ പെർഫോമൻസ്, സർവൈവൽ ആൻഡ് ഗ്രോത്ത്, ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഇനി നമ്മൾക്ക് ചെറിയൊരു ടോപ്പിക് കൂടിയുണ്ട്, നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാഫിംഗ്. സ്റ്റാഫിങ്ങിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഓക്കെ, ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ഇമ്പോർട്ടൻറ്റ് മാനേജീരിയൽ ഫങ്ഷൻ. നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് അറിയാലോ. ഏതാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഇല്ലേ, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. എല്ലാത്തിനും ഇതെന്താണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാനേജീരിയൽ ഫങ്ഷനാണ് സ്റ്റാഫിംഗ് എന്നാണ് പറയുന്നത്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് മാനേജീരിയൽ ഫങ്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ് എന്നാണ് പറയുന്നത്. ഓൾ അതർ മാനേജീരിയൽ ഫങ്ഷൻസ്, മറ്റുള്ള മാനേജറൽ ഫങ്ഷൻസ് സച്ച് ആസ് ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇതാണ് എക്സിട്ര എന്നിട്ടിരിക്കുന്നത്. ഡിപ്പെൻഡ് ഓൺ, എല്ലാവരും ഡിപ്പെൻഡ്, എല്ലാ ഫങ്ഷൻസ്, എല്ലാ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? മാൻ പവർ, ദാറ്റ് ഈസ് സ്റ്റാഫ്, അല്ലേ, മാൻ പവറിനെയാണ്. ഹാൻസ് ഇറ്റ് ഈസ്, അതുകൊണ്ട് തന്നെ ഇതെന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് പെർവേസീവ് ആണ്, അതായത് ഇത് സർവ്വവ്യാപിയാണ് എന്നാണ് പറയുന്നത്. എല്ലായിടത്തും ഇത് വേണം എന്നാണ് പറയുന്നത്. മാനേജേഴ്സ് അറ്റ് ഓൾ ലെവൽസ്, അതായത് ടോപ്പ് ലെവൽ ആയിക്കോട്ടെ, മിഡിൽ ലെവൽ ആയിക്കോട്ടെ, ലോവർ ലെവൽ ആയിക്കോട്ടെ, ഇൻ ഓൾ ഓർഗനൈസേഷൻ, എല്ലാ ഓർഗനൈസേഷനും ഓൾ ലെവൽസിലും പെർഫോം ചെയ്യാനായിട്ട് എന്ത് വേണം? സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ കൂടിയേ തീരൂ. സോ ഇറ്റ് ഈസ് പെർവേസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവ്വവ്യാപിയാണ്. ദെൻ തേർഡ് വൺ പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ്, നിരന്തരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് എന്നാണ് പറയുന്നത്. ഇറ്റ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദ ഓർഗനൈസേഷൻ, അതായത് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദ ഓർഗനൈസേഷൻ, അതായത് ആ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം എന്താണ് വേണം എന്ന് പറയുന്നത്? സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻസ് കൂടിയേ തീരൂ. സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ദെൻ ഫോർത്ത് വൺ പറയുന്നത് എന്താണ്? പ്ലേസ്മെൻ്റ് ആണ്. അതിൻ്റെ ഒരു നിയമനം എങ്ങനെയാണ്? പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്? പ്ലേസിങ് എങ്ങനെയാണ് നമ്മൾ നോക്കി? പ്ലേസിങ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ് ഇൻ ദ മോട്ടോ. എന്താണ് അതിൻ്റെ ഒരു മോട്ടോ? ലക്ഷ്യം എന്ന് പറയുന്നത്, സ്റ്റാഫിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ എന്താണ്? പ്ലേസിങ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ് ഈസ് ദ മോട്ടോ ഓഫ് സ്റ്റാഫിംഗ്. സ്റ്റാഫിങ്ങിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ് അറ്റ് റൈറ്റ് ടൈം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ചെറിയൊരു ടോപ്പിക്കാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാഫിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് എടുക്കുന്നത്. എന്തൊക്കെയാണ് അപ്പോൾ ഫീച്ചേഴ്സ്? ഇമ്പോർട്ടൻ്റ് ഓഫ് മാനേജറിയൽ ഫങ്ഷൻ, പെർവേസീവ്, കണ്ടിന്യൂസ് ആൻഡ് പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.